12 സിലിണ്ടറെന്ന് പറഞ്ഞത് 4 പാലിന്റെ വില 71% ഉയർന്നു. മോദി സർക്കാർ പറഞ്ഞത് പാലിച്ചില്ലെന്ന് കോൺഗ്രസ്. ന്യൂഡൽഹി: മൂന്നാം മോദി സർക്കാർ 2 വർഷം പൂർത്തിയാക്കിയ വേളയിൽ ഭരണത്തിനും നേതൃത്വത്തിനും കോൺഗ്രസിന്റെ വാസ്തവ പരിശോധന. കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യവും അക്കമിട്ടു നിരത്തി 75 പേജ് റിപ്പോർട്ട് എഐസിസി പുറത്തിറക്കി. കേന്ദ്ര സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചോ? പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ? വിവിധ മേഖലകളിൽ രാജ്യം രേഖപ്പെടുത്തിയെന്ന് പറയുന്ന വളർച്ചയുടെ കണക്ക് ശരിയോ? തുടങ്ങിയവ അന്വേഷിച്ചതിനു ശേഷമുള്ള വസ്തുതാവിവര റിപ്പോർട്ട് കോൺഗ്രസ് നേതാക്കളായ രാജീവ് ഗൗഡയും അമിതാഭ് ദുബെയും ചേർന്ന് പുറത്തിറക്കി. സമ്പദ്വ്യവസ്ഥ, തൊഴിലവസരങ്ങൾ, വിദേശനയം, ഊർജം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, കൃഷി, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, നഗരവികസനം, സാമൂഹിക മേഖല, പൗരസ്വാതന്ത്ര്യം, ന്യൂനപക്ഷ ക്ഷേമം, നിയമവ്യവസ്ഥ എന്നിവയിൽ സർക്കാരിന്റെ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസ് അടിത്തറയിട്ട് പറഞ്ഞു. 12 വർഷമായി വാഗ്ദാനങ്ങളും വൻ പ്രഖ്യാപനങ്ങളും ഗംഭീരമായ പ്രസ്താവനകളും വാർത്താ തലക്കെട്ടുകളും മാത്രമാണ് ഉണ്ടായതെന്നും യഥാർത്ഥത്തിൽ ജനജീവിതം മെച്ചപ്പെട്ടിട്ടില്ലെന്നും എഐസിസി റിസർച്ച് വിഭാഗം മേധാവിയായ ഗൗഡ ആരോപിച്ചു. 10 വർഷം മുൻപ് ഉജ്ജ്വല പദ്ധതിയിൽ ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിവർഷം 12 LPG സിലിണ്ടറുകൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇത് കഴിഞ്ഞ വർഷം 9 ഇപ്പോൾ ഇത് വീണ്ടും 4 കുറച്ചു. ഇന്ത്യയെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ബിരുദധാരികളായ 10-ൽ 4 പേർക്കും ഇപ്പോഴും ജോലിയില്ല. നഗരത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 18.4%. ബിരുദധാരികളിൽ 7% മാത്രമാണ് ഒരു വർഷത്തിനുള്ളിൽ സ്ഥിരജോലി കിട്ടിയത്. എല്ലാവർക്കും തുല്യ അവസരമെന്നായിരുന്നു മോദി സർക്കാരിന്റെ വാഗ്ദാനം. എന്നാൽ ആഗോള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ 108-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഇപ്പോൾ 131-ലേക്ക് പിന്തള്ളപ്പെട്ടു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം 40,000 ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടി. ജനാധിപത്യം ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ സർക്കാർ രാജ്യത്തുടനീളം 6.5 കോടി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. 2014 മുതൽ LPG വിലയിൽ 123% വർധന. പെട്രോൾ വിലയിൽ 44%, ഡീസൽ വിലയിൽ 73% കൂടി. പാലിന്റെ വില 71%, പരിപ്പുവർഗ്ഗങ്ങളുടെ വില 84% ഉയർന്നു. ഇന്ത്യ വിശ്വഗുരു ആകുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ ലോകത്തിന്റെ ഏതു ഭാഗത്ത് നടക്കുന്ന യുദ്ധവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യ ഇപ്പോൾ. വളം ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യൂറിയ ഉൽപാദനം ഇടിഞ്ഞു. LSG ഉൽപാദനം 25% കുറഞ്ഞു. 2024-നകം ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുമെന്നും GDP-യിൽ 5 ലക്ഷം കോടി ആകുമെന്നും നരേന്ദ്രമോദി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ സമ്പദ്വ്യവസ്ഥ $4 ലക്ഷം കോടി താഴെയാണ് ഇന്ത്യ. GDP വളർച്ചാ നിരക്ക് 7.7% റിപ്പോർട്ട്. എന്നാൽ ലക്ഷ്യങ്ങൾ ഇപ്പോഴും അകലെയാണ്. വിദേശ നിക്ഷേപകർ രാജ്യം വിട്ടുപോകുന്നു. ഇന്ത്യൻ വ്യവസായികൾ പോലും രാജ്യത്ത് നിക്ഷേപം നടത്തുന്നില്ല. ഇതുപോലെയുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.